വർഷം 2022 നവംബർ മാസം 22-ാം തീയതി ഖത്തർ ലോകകപ്പിന്റെ 3-ാം ദിവസം. ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ വേദിയായ ലുസൈൽ സ്റ്റേഡിയം. ആ ലുസൈൽ സ്റ്റേഡിയത്തിൽ രണ്ട് ടീമുകൾ പന്ത് തട്ടാനിറങ്ങുന്നു. ഒന്ന് താരതമ്യേന ദുർബലരായ സൗദി അറേബ്യ, മറുവശത്താകട്ടെ 2.5 വർഷത്തോളമായി അൺബീറ്റൻ റണ്ണുമായി വരുന്ന അർജന്റീന. അത് വെറുമൊരു അൺബീറ്റൻ റണ്ണ് മാത്രമല്ലായിരുന്നു. മാരക്കാനയിൽ കോപ്പ അമേരിക്ക ഫൈനലിൽ കാനറികളുടെ ചിറകരിഞ്ഞ് വെംബ്ലിയിൽ നടന്ന ഫൈനലിസ്മ ഫൈനലിൽ യൂറോപ്യൻ രാജാക്കന്മാരായ ഇറ്റലിയെ വീഴ്ത്തി 2 കിരീടങ്ങൾ തലയിൽ തൂടി വരുന്ന അർജന്റീന. സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ അർജന്റീന. കളി തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ അർജന്റീന നയം വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ ഗോൾമുഖത്തേക്ക് ഇരച്ചു കയറുന്ന അർജന്റീനയെ കാണാനിടയായി. ആദ്യ മിനിറ്റുകളിൽ തന്നെ അർജന്റീന വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു. ഈ മത്സരം അർജന്റീന ഈസിയായി ജയിക്കുമെന്ന് കളി കാണുന്നവർക്കെല്ലാം തോന്നിത്തുടങ്ങി. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം മെസ്സിയുടെ ആദ്യ ഗോൾ പിറന്നു. അതും ഒരു പെനാൽറ്റിയിലൂടെയായിരുന്നു. അർജന്റീന 1, സൗദി അറേബ്യ 0. First goal of the tournament. It's Messi for Argentina. It's simple, it's easy, it's 1-0. He is determined to cap his career with the only honour to have eluded him. പിന്നീടെല്ലാം വളരെ ഈസിയായി നടക്കുമെന്ന് തോന്നിപ്പിച്ചെടുത്തു നിന്ന് ചീട്ടുകൊട്ടാരം പോലെ അർജന്റീന തകർന്നു വീഴുന്ന ഒരു കാഴ്ചയായിരുന്നു. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സ്കോർ ബോർഡിൽ 1-0 ആയിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങിയപ്പോൾ പതിയെ അർജന്റീനയുടെ താളം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. പിന്നീട് അവിടെ എന്ത് നടന്നു എന്ന് അർജന്റീന ആരാധകരോട് ഇപ്പോൾ ചോദിച്ചാൽ പോലും അവർക്കും ഒരു തരം മരവിപ്പ് മാത്രമായിരിക്കും മറുപടി. സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് സൗദി അറേബ്യ കോച്ച് തയ്യാറാകുന്നു. പുതിയ താരങ്ങളെ കളത്തിലേക്ക് ഇറക്കുന്നു, പഴയ താരങ്ങളെ കളത്തിൽ നിന്നും പിൻവലിക്കുന്നു. ഇങ്ങനെ പെടുന്നനെയുള്ള മാറ്റങ്ങൾ സൗദി അറേബ്യ ടീമിനെ ഒരു ഉണർവ് നൽകുന്നു. അവിടെ നിന്ന് അതുവരെ അർജന്റീനയുടെ നിയന്ത്രണത്തിലുള്ള കളി പതിയെ സൗദി അറേബ്യ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ സൗദി അറേബ്യ ഒരു ഗോൾ തിരിച്ചടിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കണ്ടത് അർജന്റീന താരങ്ങൾ ബോളിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്കലോണിയുടെ പുതിയ എഞ്ചിനിൽ 2.5 വർഷത്തോളം അൺബീറ്റനായി വന്ന ടീം, ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ടീം, ഇന്നിതാ വമ്പ് കുറഞ്ഞ കരുത്തു കുറഞ്ഞ സൗദി അറേബ്യ പോലത്തെ ഒരു ടീമുമായി പരാജയപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് അർജന്റീനക്ക് പിഴച്ചത്? ലോകം ഉറ്റുനോക്കി. അന്ന് വരെ മിണ്ടാതിരുന്ന വിമർശകർ അവരുടെ മാളങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നു. നാണക്കേടിന്റെ ഭാരം പോരി തല താഴ്ത്തിയിരിക്കുന്ന അർജന്റീന ആരാധകരെ നോക്കി അവർ വേട്ടപ്പട്ടികളെ പോലെ കുരച്ചുകൊണ്ടേയിരുന്നു. Who's Messi? Messi is no one. He's finished. He's finished. Where is Messi? Tomorrow you will play against Argentina. Please, Messi, kick him out. World Cup. Kick him out. Messi fuera. Yes, Messi Ciao, done. ciao Messi. Yes, ciao Messi. Messi, ciao. And we'll ask you one question. We'll ask one question. Where is Messi? Messi, what is വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വല്ലാത്തൊരു ആവേശവും ആത്മവിശ്വാസവുമായിരുന്നു അർജന്റീന ആരാധകർക്ക്. ഇത്തവണത്തെ വേൾഡ് കപ്പ് ഞങ്ങൾക്കുള്ളതാണെന്നും ഇത്തവണത്തെ വേൾഡ് കപ്പ് മെസ്സിക്കുള്ളതാണെന്നും അതിനുള്ള മികച്ച സ്ക്വാഡ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും മികച്ചൊരു കോച്ചിങ് സ്റ്റാഫ് ഞങ്ങൾക്കുണ്ടെന്നും ഇങ്ങനെയെല്ലാം വമ്പ് പറഞ്ഞിരുന്ന അർജന്റീന ആരാധകർ തല താഴ്ത്തിരിക്കുന്ന കാഴ്ച ലോകത്തിന്റെ നാനാഭാഗത്തും കാണാമായിരുന്നു. കൊച്ചുകുട്ടികളുടെ കരച്ചിൽ പോലും നമ്മൾ കണ്ടതാണ്. ഇവിടെ കേരളത്തിൽ പോലും നടന്ന സംഭവങ്ങൾ നമുക്ക് ഓർക്കാവുന്നതാണ്. പല വേൾഡ് കപ്പിലെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു. വലിയ വമ്പുമായി വന്ന് അവസാനം ഒന്നുമില്ലാതെ പോകുന്ന അർജന്റീന ടീം. അതുപോലെ തന്നെയാണ് ഇത്തവണത്തെയും എന്നും പറഞ്ഞ് ചെന്നായ് കൂട്ടങ്ങളെപ്പോലെ അലറി വിളിച്ചുകൊണ്ട് അർജന്റീന ആരാധകരുടെ മുമ്പിൽ കടന്നു വന്ന മറ്റു ഫാൻസുകാർ. ഈ ടീം ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു. കളിയെ ഇകഴ്ത്തിയും പുകഴ്ത്തിയും പ്രശംസിച്ചും പ്രശംസിക്കാതെയും ഒക്കെ പല അഭിപ്രായങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അർജന്റീനയെ കളിയാക്കിയും കളിയാക്കാതെയുമുള്ള അഭിപ്രായങ്ങൾ പലതും കേൾക്കാനിടയായി. അപ്പോഴും ചിലർ പറഞ്ഞു ഈ ടീം ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കില്ല എന്ന്. കാരണം എപ്പോഴും ഇതുതന്നെയായിരുന്നു അർജന്റീനയുടെ അവസ്ഥ.
എല്ലാ കാലത്തും വലിയ വമ്പുമായും വലിയ പേരുമായും ഒക്കെ വന്ന് നിസാരമെന്നോണം ഗ്രൂപ്പ് ഘട്ടം പോലും കടക്കാതെ പുറത്തു പോകുന്ന അർജന്റീനയെ പലതവണ നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ഇക്കൊല്ലവും നടക്കാൻ പോകുന്നത്. വിമർശകർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കൂട്ടർ പറഞ്ഞു, മിഡിൽ ഈസ്റ്റിലെ ചൂട് നമുക്കറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നൊരു ടീമിനെ അവരഭിമുഖീകരിക്കുന്ന ചൂടിനെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ അർജന്റീനയുടെ മോശം പെർഫോമൻസിന് കാരണമെന്ന് അവർ പറഞ്ഞു. അന്ന് ഫസ്റ്റ് ഹാഫിൽ അർജന്റീന വളരെ മനോഹരമായാണ് പന്ത് തട്ടിയത്. അങ്ങനെ ഒരു ടീം സെക്കൻഡ് ഹാഫിൽ മോശം പ്രകടനം കാഴ്ചവെക്കാൻ കാരണം ആ ക്ലൈമറ്റ് തന്നെയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പങ്കുവെച്ചെങ്കിലും പക്ഷേ അർജന്റീന ആരാധകർക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എവിടെയൊക്കെയോ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൗദി അറേബ്യയുടെ മത്സരത്തിന് ശേഷം അവരുടെ നായകൻ അവർക്കായി 2 കാര്യങ്ങൾ പറഞ്ഞു. അതും അവർക്കൊരു ഉറപ്പ് നൽകിക്കൊണ്ട്, ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ ടീം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഈ 2 വാചകങ്ങൾ മാത്രം മതിയായിരുന്നു പിന്നീട് ചങ്കൂറ്റത്തോടു കൂടി അവരുടെ മത്സരങ്ങൾ കാണുവാൻ. കാരണം എത്രയോ തവണ വിമർശകർ ആണിയിലടിച്ച് അവരുടെ മിശിഹായെ ക്രൂശിച്ചതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ അയാൾ എത്രയോ തവണ ഉയർത്തെഴുന്നേറ്റതുമാണ്. അന്താരാഷ്ട്ര കുപ്പായത്തിൽ ഒരു കിരീടം പോലുമില്ല എന്ന് വാശി പിടിച്ചവർക്കൊക്കെ മുമ്പിലേക്ക് ഒറ്റ വർഷം കൊണ്ട് 2 കിരീടങ്ങൾ അയാളെ രാജ്യത്തിന് വേണ്ടി ഉയർത്തിയത് അവർ കണ്ടതാണ്. ആ മെസ്സിയെ അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത് ആരാധകർ വിശ്വസിച്ചതും. തത്സമയം മെക്സിക്കോക്കെതിരെ 65-ാം മിനിറ്റിൽ വിശ്വസ്തനായ ഡീമരിയിൽ നിന്നും പന്ത് സ്വീകരിച്ച് പന്ത് ഒച്ചാവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റിന്റെ മൂലയിൽ കയറുമ്പോൾ അയാൾ മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിന് തുടക്കം കുറിക്കുകയായിരുന്നു. Lionel Messi, Messi's heading on! The magic man! And Argentina are alive! Oh, sweet thing, wonderful goal! And Argentina now surely out of reach. Mucha tensión, mucho nervio, mucha ansiedad porque llegue otra vez este partido, por querer jugarlo. Y creo que hoy dimos... പിന്നീട് അങ്ങോട്ട് സ്കലോണിയുടെ ആവനായിലെ പുതുരക്തത്തോടൊപ്പം ചേർന്നയാൾ തീർത്തൊരു ചരിത്രമായിരുന്നു. 36 വർഷത്തെ തന്റെ രാജ്യത്തിന്റെ ലോകകപ്പ് എന്ന സ്വപ്ന അർജന്റീനയെ ഒരുപാട് വ്യത്യസ്തമാക്കിയത്.